നാളെ സിദ്ധുവിനോടൊപ്പം അവൻ്റെ തറവാട്ടിലേക്ക് പോകുന്നത് ഓർത്ത് ബാല പെട്ടെന്നുറങ്ങി. എന്നാൽ സിദ്ധു ആകട്ടെ ഉറങ്ങിയിരുന്നില്ല. അവൻ അവളുടെ കവിളിൽ പതിയെ തലോടി. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചോ? ഞാൻ തറവാട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് തീരുമാനിച്ചപ്പോഴേ നീയും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അങ്ങനെ നിന്നെ തനിച്ചാക്കി പോകാൻ എന്നെക്കൊണ്ട് കഴിയുമോ? നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ശ്രീ. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നീയും എൻ്റെ കൂടെ വരുമെന്ന് പറയുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദിവസങ്ങൾ തന്നെ പോകാൻ തിരഞ്ഞെടുത്തത്. നിൻ്റെ കോളേജിലെ പ്രോഗ്രാം കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. നിനക്ക് എന്നോട് ഉള്ളത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ജിത്തു പറഞ്ഞതുപോലെ നിന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാ. പക്ഷേ എനിക്കിപ്പോൾ അത് നിന്നോട് തുറന്നു പറയാൻ കഴിയില്ല. കാരണം നീ ചെറിയ പ്രായമാണ്. ഇപ്പോൾ നീ പഠിച്ച് നല്ല ഒരു ജോലി മേടിക്കണം. എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുന്നതൊക്കെ അതിനുശേഷം മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്ന ഒരു കൊച്ചു ലോകത്ത് തന്നെ നിന്റെ ജീവിതം ചുരുങ്ങിപ്പോകും. അത് പാടില്ല. പഠിത്തവും ജോലിയുമൊക്കെ പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നീയും പഠിച്ച് നല്ല ഒരു ജോലി മേടിക്കണം. അവൻ പതിയെ അവളുടെ കവിളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ സ്പർശം മനസ്സിലായതുപോലെ അവൾ ചെറുതായി ഒന്ന് ചിണുങ്ങി. എന്നാൽ അവൾ നല്ല ഉറക്കത്തിലാണ്. ഒന്നും അറിയുന്നില്ല. പതിയെ അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറക്കത്തിലേക്ക് വഴിമാറി. ബാല പതിയെ കണ്ണുകൾ തുറന്നു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 6:30 യാത്രയ്ക്ക് വേണ്ടത് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ എണീക്കാൻ നോക്കി. എന്നാൽ എണീക്കാൻ ശ്രമിച്ചതും അതിന് പറ്റുന്നില്ല. അവൾ അപ്പോഴാണ് തൻ്റെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന സിദ്ധുവിനെ കാണുന്നത്. കൊള്ളാലോ ആള്. എന്നെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളോട് ഇൻഫാക്ച്വേഷനാണ് പോലും. എന്നിട്ടിപ്പോൾ എന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന കണ്ടാൽ തോന്നും ഇതുപോലൊരു പാവം ഇല്ലെന്ന്. ഉണർന്നു കഴിഞ്ഞാൽ അറിയാം തനി വെട്ടുപോത്താണെന്ന്. എന്നെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ കഴിഞ്ഞെങ്കിൽ ഒന്ന് എണ്ണിച്ചു പോയാൽ കൊള്ളാം. അവൻ പറഞ്ഞത് കേൾക്കെ ബാല ഒന്ന് ഞെട്ടി. ഇയാൾ ഉറങ്ങുമല്ലായിരുന്നോ? അവൾ ചോദിച്ചു. അല്ല, ഉറക്കമായിരുന്നെങ്കിൽ നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ കേൾക്കാനാ? പിന്നെ ഉറക്കത്തിൽ നീയാണ് ആദ്യം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതും നിന്റെ കാലെടുത്ത് എൻ്റെ ശരീരത്തിലേക്ക് വെച്ചതും. അവൻ പറഞ്ഞു. ഞാനോ? എപ്പോ? അവൾ ചോദിച്ചു. ഓ സോറി, ഞാൻ സമയമൊന്നും നോക്കിയില്ല. ഇനി വേണമെങ്കിൽ സമയം നോക്കിയിട്ട് പറയാം, അവൻ പറഞ്ഞു. അവൾ നന്നായിട്ടൊന്ന് അവനെ ഇളിച്ചു കാണിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആകാൻ പോയി. അവൻ അവളുടെ പോക്കും നോക്കി വീണ്ടും ബെഡിലേക്ക് തന്നെ കിടന്നു. ബാല കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സിദ്ധു ഫോണിൽ ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. ബാല, നീ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കാൻ നിൽക്കണ്ട. ജിത്തു കുറച്ച് കഴിഞ്ഞ് വരും. അവൻ ഫുഡ് കൊണ്ടുവരും. അവളൊന്ന് മൂളി. അവൻ എണീച്ച് ഫ്രഷ് ആകാൻ പോയി. അവൾ ആ സമയത്ത് അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഒരു ചെറിയ ബാഗിൽ എടുത്തു വെച്ച ശേഷം അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ. പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു. അത് ജിത്തു ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ബാല അങ്ങോട്ട് നടന്നു. അതെ, ജിത്തു ആണ് വന്നത്. എന്നാൽ കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. എന്താ ബാല ഇങ്ങനെ നോക്കുന്നത്? നീ എന്താ അബിയെ ആദ്യമായി കാണും പോലെ നോക്കുന്നത്? അവനെ അകത്തേക്ക് വിളിക്ക്. ജിത്തു അതും പറഞ്ഞ് അകത്തേക്ക് കയറി. കൂടെ തന്നെ അബിയും. ബാലയ്ക്ക് എന്തോ അബിയെ കണ്ട ഷോക്ക് മാറിയില്ല. ഒപ്പം അബിയേട്ടൻ എന്താ ഇവിടെ എന്നുള്ള സംശയവും. ആരിത്? അബിയോ? നിങ്ങൾ ഒന്നിച്ചാണോ വന്നത്? കുളി കഴിഞ്ഞ് വന്ന സിദ്ധു ഹാളിൽ അവർ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വഴിക്ക് വെച്ച് അബിയെ കണ്ടു. ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നിച്ചിങ്ങ് പോന്നു, ജിത്തു പറഞ്ഞു. ബാല പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ചായയുമായി വന്നു. എന്താ ബാല, ഏടനോടൊന്നും സംസാരിക്കാനില്ലേ? സിദ്ധു ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല.
കാരണം അവൾക്ക് ഞാൻ അവളെ നിങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞാലോ എന്ന പേടി കാണും. അഭി പറഞ്ഞു. ഏട്ടനോട് ക്ഷമിക്കും മോളെ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ അടുത്തുള്ളപ്പോൾ നിന്റെ വില മനസ്സിലാക്കിയില്ല. എന്നാൽ നീ വീട്ടിൽ നിന്നും പോയപ്പോൾ വീടാകെ ഒരു ശൂന്യത പോലെ. നിന്നെ ഈ ഏട്ടൻ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് അപ്പോഴാ മനസ്സിലായത്. അങ്ങനെ കുറച്ചു നേരം അഭിയും അവരോട് സംസാരിച്ചു അവിടെ നിന്നും ഇറങ്ങി. പോകും മുമ്പ് ബാലയെയും സിദ്ധുവിനെയും വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്നും പറഞ്ഞു. നീ റെഡിയായി കഴിഞ്ഞില്ലേ? സിദ്ധു അവളോട് ചോദിച്ചു. കഴിഞ്ഞു, അവൾ മറുപടി നൽകി. അവൻ അവളെ ഒന്ന് നോക്കി. യാതൊരുവിധ ഒരുക്കങ്ങളും അവളിലില്ല. ഒരു ചുവന്ന ടോപ്പും വൈറ്റ് കളർ പലാസയും ചുവപ്പും വെള്ളയും മിക്സായിട്ടുള്ള ഒരു ഷാളുമാണ് അവളുടെ വേഷം. മുടി ചെറിയ രീതിയിൽ പിന്നി അഴിച്ചിട്ടിരിക്കുന്നു. കാതിൽ ഡ്രസ്സിന് ചേരുന്ന കളറുള്ള ഒരു കൊച്ചു കമ്മൽ, കയ്യിൽ ഒരു വളയും ഒരു വാച്ചും, കഴുത്തിൽ ചെറിയ ഒരു സ്വർണമാല, അതും വളരെ കനം കുറഞ്ഞത്. അതിൽ താൻ കെട്ടിയ താലി കൂർത്തിട്ടിട്ടുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ബാല അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൻ പറഞ്ഞു. ബാല, ഒരു മിനിറ്റ്. അവൻ അതും പറഞ്ഞ് അലമാരിയുടെ അടുത്തേക്ക് നടന്ന് അതിൽ നിന്നും ഒരു കവർ എടുത്തു കൊണ്ടുവന്ന് അതിലുള്ള ഒരു ബോക്സ് ബാലയ്ക്ക് നേരെ നീട്ടി. അവൾ അത് മേടിച്ചു തുറന്നു നോക്കി. അതൊരു സ്വർണ്ണ മോതിരമായിരുന്നു. അതിൽ സിദ്ധാർത്ഥ് എന്ന് പേരെഴുതിയിരുന്നു. അവൻ അത് അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു അവളുടെ മോതിര വിരലിലേക്ക് ഇട്ടുകൊടുത്തു. ഇഷ്ടമായോ? അവൻ ചോദിച്ചു. ആയി, അവൾ പറഞ്ഞു. അവൻ വീണ്ടും ഒരു ബോക്സ് കൂടി എടുത്ത് അവൾക്ക് കൊടുത്തു. അത് തുറന്നു നോക്കവേ അവളുടെ കണ്ണു നിറഞ്ഞു. നിനക്ക് ഇത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അവൾ മുമ്പൊരിക്കൽ ഒരു കടയിൽ കൊണ്ട് വിറ്റ അവളുടെ അമ്മയുടെ മോതിരമായിരുന്നു അത്. ഇത് നീ വിൽക്കാൻ പോയ അന്ന് അവിടെ വെച്ചു മനു നിന്നെ കണ്ടിരുന്നു. അവൻ വിളിച്ച് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ അവിടെ ചെന്ന് ഈ മോതിരം വാങ്ങി. സമയമാകുമ്പോൾ നിനക്ക് തരാമെന്ന് കരുതി സൂക്ഷിച്ചു വച്ചതാ. അവൻ അതും പറഞ്ഞ് ആ മോതിരവും അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവനും തിരിച്ചവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു രണ്ടാളും. ശ്രീ, നമുക്ക് പോണ്ടേ? എന്താ വിളിച്ചത്? അവൾ ചോദിച്ചു. അപ്പോഴാണ് അവനും ഓർത്തത് അവൻ എന്താ വിളിച്ചതെന്ന്. അത് പിന്നെ ഞാൻ അറിയാതെ അവൻ പറഞ്ഞു. ഒന്നുകൂടി വിളിക്കോ? അവൾ ചോദിച്ചു. നീ ഒന്ന് വന്നേ, ഇപ്പൊ തന്നെ സമയം 9 കഴിഞ്ഞു. അവൻ അത്രയും പറഞ്ഞ് കപട ഗൗരവത്തിൽ പുറത്തേക്ക് നടന്നു. ബാലയും അവളുടെ ബാഗും എടുത്ത് പുറത്തേക്ക് പോയി. വീടും ലോക്ക് ചെയ്ത് അവൾ ബൈക്കിലേക്ക് കയറി. രണ്ടാളും യാത്ര തുടങ്ങി. ഉച്ചയായപ്പോൾ ആഹാരം കഴിക്കാൻ അവരൊരു ഹോട്ടലിൽ കയറി. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. സമയം 5 മണിയോടടുക്കുന്നു. വലിയ ഒരു ഗേറ്റിന് പുറത്തായി മാടശ്ശേരി എന്ന് വലിയ അക്ഷരങ്ങൾ എഴുതിയേക്കുന്നു. ബാല അതിലേക്ക് തന്നെ നോക്കി. തുടരും. അപ്പോൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പിൻ ചെയ്യണേ.